സോണി ഇഷ്ടപ്പെടുന്നവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ 7M5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എം സീരീസ് എന്ന് പറയുന്നത് സോണിയുടെ ഒരു ഹൈബ്രിഡ് സീരീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സെൻസിറ്റീവായിട്ടുള്ളൊരു സീരീസ് ഉണ്ട് 7S3, റെസൊല്യൂഷനിൽ 7R സീരീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സോണി പ്രാധാന്യം കൊടുക്കുന്നൊരു സീരീസ് എന്ന് പറയുന്നത് ഈ എം സീരീസാണ്. കാരണം അത് ഹൈബ്രിഡ് ക്യാമറ ആയതുകൊണ്ട് തന്നെ. 7M4 ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു മാർക്കറ്റിൽ. അതിനുശേഷം വരാൻ പോകുന്ന ഒരു ക്യാമറയാണ് 7M5. ആദ്യം എടുത്ത് പറയേണ്ടത് എന്തായാലും 7M4 ഏറ്റവും കൂടുതൽ സോണി പഴി കേട്ടത് ഷട്ടർ കംപ്ലയിൻറ്റിനെ കുറിച്ചായിരിക്കും. എന്തായാലും ആ ഷട്ടർ മെക്കാനിസം ഉപയോഗിക്കുന്നൊരു മണ്ടത്തരം സോണിയുടെ കയ്യിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ പുതിയൊരു ഷട്ടർ മെക്കാനിസം ആയിരിക്കും സോണി 7M5 വരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഇതേ റേഞ്ചിലുള്ള എല്ലാ ക്യാമറകളെയും കുറിച്ച് പഠിച്ചതിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ സോണി 7M5 വരുന്നത്. അപ്പോൾ ഇപ്പോൾ സോണി 7M4 ഒരു പടി മുന്നിൽ നിൽക്കുന്ന ചില പ്രത്യേകതകളിലെങ്കിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ നിക്കോണിൻ്റെ C6 Mark III ആണ്. കാരണം അത് പാർഷ്യലി സ്റ്റാക്ഡ് സെൻസറിലാണ് ആ ക്യാമറ വന്നിരിക്കുന്നത്. അപ്പോൾ സെൻസറിൻ്റെ 4 വശങ്ങളിലുമായിട്ട് സ്റ്റാക്ഡ് ആയ ഡ്യുവൽ ലെയർ സെൻസർ, 2 സെൻസർ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമറയാണ് C6 Mark III. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്പെക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഔട്ട് വരുന്നത് അതിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ടോപ്പ്, ബോട്ടം അങ്ങനെയുള്ള ഏരിയകളിൽ വരാനുള്ള ഔട്ടിനെ നിക്കോൺ കുറച്ചുകൂടി നന്നായിട്ട് പാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സോണിയുടെ 7M5 ഒരു സ്റ്റാക്ഡ് സെൻസർ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു വക അവിടെ കാണുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല. പക്ഷേ സ്റ്റാക്ഡ് അല്ലെങ്കിൽ പോലും പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ കൊണ്ടുവരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള സ്റ്റാക്ഡ് സെൻസറിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിലുള്ളൊരു സ്റ്റാക്ഡ് സെൻസർ നമുക്ക്, അപ്പോൾ പുതിയൊരു സെൻസറിനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബയോൺസ് XR തന്നെയായിരിക്കും പ്രൊസസ്സർ വരാൻ സാധ്യതയുള്ളത്. കാരണം ആ ഒരു XR സീരീസിലാണ്. അതിനകത്ത് AI ഫീച്ചേഴ്സ് എന്തായാലും 7M5 നമുക്ക് കാണാൻ പറ്റും. കാരണം 7R5 ഇനി വരാൻ പോകുന്ന ആൽഫ 1 Mark II AI ബേസ്ഡ് പ്രോസസ്സറാണ് സോണി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ക്യാമറ എന്ന് പറയുമ്പോൾ എന്തായാലും ആ ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ചേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് AIയുടെ ഒരു സാന്നിധ്യം 7M5 നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്ലോബൽ ഷട്ടർ ഈ ക്യാമറയിൽ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്ലോബൽ ഷട്ടർ കൊണ്ടുവരുമ്പോൾ ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ ചെറിയതായിട്ട് കോംപ്രമൈസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഇപ്പോൾ ഗ്ലോബൽ ഷട്ടർ ഉപയോഗിച്ചേക്കുന്ന സോണിയുടെ സ്പോർട്സ് ക്യാമറയിൽ മാത്രമാണ്. അപ്പോൾ ഇതിനകത്തൊരു ഗ്ലോബൽ ഷട്ടർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ റെഡ്യൂസ്ഡ് റോളിംഗ് ഷട്ടർ മെത്തേഡ് ഉപയോഗിക്കാനുള്ള സാധ്യത കാണാൻ പറ്റും. പിന്നെ സോണി കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഇപ്പോൾ സിഗ്മയുടെ BF സിഗ്മ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ആവശ്യമായൊരു കാര്യമാണ്. ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ കാർഡ് പലത് മാറി ഉപയോഗിക്കുകയും സ്പീഡ് കുറഞ്ഞ കാർഡിൽ ഹൈ ക്വാളിറ്റി ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പല എററും. കാരണം നമുക്കത് ആ ഒരു ബഫറിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഡാറ്റ കൊടുത്തിട്ട് അതിനെ പമ്പ് ചെയ്ത് കാർഡിലോട്ട് മാറ്റാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രൊസസ്സറും എൻ്റെ അതിൻ്റെ ഇലക്ട്രോണിക് ചെയ്തു വെച്ചേക്കുന്ന സ്ട്രക്ചറും ഒക്കെ താറുമാറാവാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് നമ്മുടെ ഫോണുകളിലെല്ലാം തന്നെ നമ്മൾ ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു ഡാറ്റ കോപ്പി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഏത് ഫോണിലാണ് നമ്മൾ മെമ്മറി കാർഡ് മേടിച്ചിടുന്നത്? എനിക്ക് തോന്നുന്നില്ല ആരും മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. മെമ്മറി കാർഡിൻ്റെ സെയിൽ തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റും. വല്ല ഫ്ലൈ ചെയ്യിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് മെമ്മറി കാർഡ് മാറി. അപ്പോൾ അതുപോലെ ക്യാമറ ഇൻഡസ്ട്രിയിൽ നിന്ന് മെമ്മറി കാർഡ് വരും കാലങ്ങളിൽ എന്തായാലും തുടച്ചു മാറ്റപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോണി ഇതിനകത്ത് ചെയ്യുമെന്നറിയില്ല. പക്ഷേ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. അതേ സ്പീഡിൽ ക്യാമറയുടെ ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്താൽ പോലും ആ ഡാറ്റ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ഒരു 500 GB 260 GB ഒക്കെ കപ്പാസിറ്റി ക്യാമറയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് SSD കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് USB വെച്ചിട്ട് കണക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ C പോർട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടി ഈ ക്യാമറയിൽ വന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ സോണിയുടെ ഈ ക്യാമറയിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ IBIS ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം 7M4 എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. 7S3 സ്റ്റെബിലിറ്റി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആക്റ്റീവ് ഡൈനാമിക് സ്പോർട്സ് മോഡൊക്കെ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മെഗാപിക്സൽ എന്ന് പറയുന്നതാണ് അടുത്തത് വരുന്നത്. ഇപ്പോൾ 7M4 നമുക്ക് 33 മെഗാപിക്സലിലാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ലോജിക്കും കണക്കും ഒന്നും പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഒരു 40 മെഗാപിക്സൽ 40 മെഗാപിക്സൽ ആവാനാണ് സാധ്യത. 42 ഒക്കെ വരാം. 38 തൊട്ട് 42 വരെ അല്ലെങ്കിൽ 44 വരെ റേഞ്ചിലുള്ള ഒരു ക്യാമറ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു മെഗാപിക്സൽ റേഞ്ച് വരാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ വെറും സാധ്യതകൾ മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള
ഒരു ഔദ്യോഗിക വിവരവും സോണി പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും ഇതുവരെ ഉള്ള ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരാനുള്ളൊരു സാധ്യതയാണ് അവിടെ കാണുന്നത്. പിന്നെ 2 കാർഡ് സ്ലോട്ട് എന്തായാലും ഉണ്ടാവും. 2 കാർഡ് സ്ലോട്ട് തന്നെ ആയിരിക്കും സോണി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. ടൈപ്പ് എ കാർഡ് തന്നെ ആയിരിക്കും പിന്നെ ഇതിനകത്ത് ഉണ്ടാവുക. അവരുടെ ട്രാൻസ്ഫറിങ് സിസ്റ്റം മൾട്ടിപ്പിൾ ഇൻ മൾട്ടിപ്പിൾ ഔട്ട് എന്ന് പറയുന്നൊരു വൈഫൈ ട്രാൻസ്ഫറിങ് സിസ്റ്റം ആയിരിക്കും ഇതിനകത്തും ഉപയോഗിക്കാൻ സാധ്യത. അതിനകത്ത് മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ സ്പീഡിൽ നമുക്ക് വൈഫൈ ഉപയോഗിച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സൗകര്യം അതിനകത്ത് നമുക്ക് കിട്ടും. പിന്നെ ISO റേഞ്ച് എന്തായാലും 704-നേക്കാൾ ഒരു പടിയെങ്കിലും മുകളിലോട്ട് പോകാനാണ് കമ്പനി ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അത് തന്നെ നിലനിർത്തും. കാരണം മെഗാ പിക്സൽ കൂടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ISO ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും സോണി ഏറ്റവും കൂടുതൽ ISO റേഞ്ചിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ISO റേഞ്ച് കീപ്പ് ചെയ്യുന്നത് സോണി തന്നെയാണ്. സോണിയുടെ 7S സീരീസിൽ 4 lakh വരെ എക്സ്റ്റൻഡബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോലും വേണമെങ്കിൽ സോണിയുടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നൊരു ക്യാമറയാണ് സോണി. പിന്നെ സിനി ലൈനപ്പിന് ഇത്രയേറെ ക്യാമറ ഇറക്കിയേക്കുന്നൊരു കമ്പനി വേറെയില്ല. വെനീസ് മുതൽ, അതായത് സിനിമ ക്യാമറകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3rd പ്ലേസിൽ വരുന്ന വെനീസ് ഉണ്ട്. അതിന് താഴെ ബുറാനോ, അതിന് താഴെ FX3, FX30, പിന്നെ ലോകേഷന് വേണ്ടിയിട്ട് ഏകദേശം 6-7 സീരീസ് ക്യാമറകൾ. ഇത്രയും ക്യാമറകൾ ഇറക്കി അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ടീം വർക്ക് ചെയ്യുന്നൊരു കമ്പനിയിൽ നിന്ന് ഈ വക കാര്യങ്ങളിലൊക്കെ എന്തായാലും ഒരു പടി മുന്നിലുള്ളൊരു ക്യാമറ തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇനി അവസാനമായിട്ട് ചോദിക്കേണ്ടത് എന്തായിരിക്കും ഇതിൻ്റെ വില? ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു സ്പെക്ക്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ ആ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ 2,65,000, 2,70,000 ഏകദേശം വരേണ്ടത്. പക്ഷേ കേരള മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു 2,50,000 താഴെ ഉള്ളൊരു പ്രൈസിലായിരിക്കും ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആവുക. കമ്പനി എന്തായാലും കേരള മാർക്കറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു 2,50,000 ഉള്ള ഒരു പ്രൈസാണ് ഞാൻ ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ക്യാമറ നമ്മുടെ കൈകളിലെത്താനായിട്ട് ഇനിയും നമുക്ക് കാത്തിരിക്കണം. ഏകദേശം ഒരു സെപ്റ്റംബറോട് കൂടി, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇതിൻ്റെ റിലീസ് ഒഫീഷ്യലി കമ്പനി അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും പിന്നെയും ഒരു 3 മാസം മുതൽ 6 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മിനിമം ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 9 മാസത്തിനകത്തുള്ള ഒരു ഇടവേളയിൽ ഈ ക്യാമറ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഈ ക്യാമറ വന്നതിന് ശേഷം ക്യാമറയുടെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.